പ്രിയദർശിനി പദ്ധതി നടപ്പിലായതോടെ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന തൊഴിലാളി വാഹനങ്ങളാൽ ഉണ്ടാകുന്ന തുടർച്ചയായ അപകടങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. തമിഴ് തോട്ടം തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഇടനിലക്കാരുടെ നടപടികൾക്കും തടയിടുവാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. കട്ടപ്പന, കുമളി, നെടുങ്കണ്ടം തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുമുള്ള സൗജന്യ യാത്രാ ബസ്സുകളുടെ പ്രയോജനം തമിഴ് തോട്ടം തൊഴിലാളികളും ഉപയോഗപ്പെടുത്തി തുടങ്ങി. ഇടുക്കിയിൽ നിന്നും 12ഓളം സർവീസുകളാണ് KSRTC തമിഴ്നാട്ടിലേക്ക് നടത്തുന്നത്. ഇതിൽ 10 സർവീസും ഓർഡിനറിയാണ്. ഇതിനാൽ തന്നെ രാവിലെയും വൈകിട്ടുമുള്ള സർവീസുകളുടെ പ്രയോജനം തോട്ടം തൊഴിലാളികൾക്ക് ഉപയോഗപ്പെടും. കൃത്യസമയത്ത് തോട്ടങ്ങളിലെത്തുവാൻ തൊഴിലാളി വാഹനങ്ങൾ മരണപ്പാച്ചിൽ നടത്തുന്നത് ഹൈറേഞ്ചിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. ഇതിനും തടയിടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഉടുമ്പൻചോല താലൂക്കിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏലം ഉൽപ്പാദനത്തിൻ്റെ 85% ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ താലൂക്കിലെ ഇതിൻ്റെ തൊഴിലാളികൾ കൂടുതലും നമുക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് എത്തുന്നത്. കേവലം തുച്ഛമായ ശമ്പളത്തിൽ ആ ശമ്പളത്തിൻ്റെ 30% വണ്ടിക്കൂലി കൊടുത്ത് വരുന്ന തൊഴിലാളികളാണ് ഇവിടെ. ഈ പദ്ധതി കൊണ്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉടുമ്പൻചോല താലൂക്കിനും ഉടുമ്പൻചോലയിലെ ഏലകൃഷിക്കും ഗുണകരമാകുമെന്നുള്ളത് നമുക്ക് ഇതിൽ കൂടെ തന്നെ വ്യക്തമാണ്. ഇതിനോടൊപ്പം തന്നെ ഇടനിലക്കാരുടെ ഇടപെടലിന് തടയിടുവാനും കഴിയും. ഒരു ജീപ്പിൽ വരുന്ന ആളുകൾക്ക് കുത്തി നിറച്ചുകൊണ്ട് ജീപ്പിൽ ആളെ കൊണ്ടുവരുന്നോണ്ടിരുന്നതാണ്. അവർക്ക് ഡ്രൈവർമാർക്ക് അടക്കം ഇതിന്റെ കങ്ങാടിമാർക്ക് അടക്കം കമ്മീഷൻ കൊടുത്തുകൊണ്ടാണ് അവർ വന്നുകൊണ്ടിരുന്നത്. ഇനി അതിൽ നിന്ന് ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ് തമിഴ്നാട്ടിലെ സ്ത്രീ തൊഴിലാളികൾക്ക്. ഇത് ഓർഡിനറി ബസ്സാണ്. 2 കമ്പം വണ്ടിയും ഓർഡിനറി ബസ്സാണ്. നമ്മുടെ 3 സർവീസാണ് ഇവിടെ നടത്തുന്നത്. 3 ഓർഡിനറി ബസ്സാണ്. ആ 3 വണ്ടിയിലും തൊഴിലാളികൾക്ക് വന്ന് പോകാൻ പറ്റുന്നതാണ്. അവർക്ക് ഒരു ദിവസം 200 രൂപ ലാഭം ഉണ്ടാകുന്ന 200 അല്ല ഇടനിലക്കാർ കൊണ്ടുവന്ന പൈസ കൂടാതെ ഒരു 300 രൂപയുടെ വ്യത്യാസം അവർക്ക് ഒരു ദിവസം ഉണ്ടാകും. എന്താണെങ്കിലും തമിഴ് തോട്ടം തൊഴിലാളികളും പ്രിയദർശിനി സർവീസിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.